കസ്റ്റമർ അക്യൂസിഷൻ പ്രോസസ്സ് ഇതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ അക്യൂസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പഴയ കാലം പോലെ ഒരു സെയിൽസിന് വേണ്ടി കുറേ ഡാറ്റകൾ മേടിച്ച് അത് നമ്മളെ ടെലികോളേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് സെയിൽസ് ചെയ്യണ പോലെ ആയിരിക്കരുത്. അത് കുറച്ചും കൂടെ ചേഞ്ചിൽ വേണം അതിന് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ ഇപ്പം എന്താ പറയുക, ഒരു പ്രത്യേകതരം സെയിൽസ് ഫണലുണ്ട്. അതിൽ ആ ഫണലിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു 6 കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് സെയിൽസ് വർക്കിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഫുൾ വീഡിയോ കാണാം. നമ്മുടെ സ്മാർട്ട് മൂവ്സ് എന്ന് പറയുന്നത് ചെറിയ രജിസ്ട്രേഷൻ ഫീസിന് 1 ഇയറോളം നിങ്ങൾക്ക് ജോബ് കരസ്ഥമാക്കാനായിട്ടുള്ള എല്ലാ വേക്കൻസീസ് അറിയിക്കുന്ന ഒരു പേജാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവൻ കാണാം. സോ ന്യൂ ജെൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഒരു സെയിൽസ് ഫണലാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ വരുന്ന 6 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ പ്രൊമോഷനാണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്. ആ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ലീഡ് ജനറേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഏതോ ഒരു ഡാറ്റ കാശ് കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ പഴയ പോലെ കോൾ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, സെയിൽസ് ക്ലോസ് ആവില്ല. അതൊക്കെ 95 അല്ലെങ്കിൽ 2000 ചെയ്ത കാര്യങ്ങൾ 2010 വരെയും പലരും ചെയ്തായിരുന്നു. ഇപ്പം അതൊക്കെ മാറ്റിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ബെനിഫിറ്റും റിസൾട്ടും വരാൻ തുടങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് കസ്റ്റമർ പ്രൊമോഷനിലൂടെ നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് രണ്ടാമത്തെ. ലീഡ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലീഡ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ, നമ്മൾ സെയിൽസ് കോൾ. അതായത് നമ്മൾ അത് ടെലികോളേഴ്സിനെ വെച്ചിട്ട് നമ്മൾ സെയിൽസ് കോൾ ചെയ്യണം. ഒരുപാട് കോൾസ് നടക്കണം. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഈ ടെലികോളിംഗ് കഴിഞ്ഞാൽ എന്താ, പ്രോസ്പെക്ട് ചെയ്യണം. പ്രോപ്പർ പ്രോസ്പെക്ടിങ് ആയിരിക്കണം. അതാണ് നാലാമത്തെ കാര്യം. പ്രോസ്പെക്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള റഫായിട്ടുള്ള ഒരുപാട് ലീഡുകളിൽ നിന്ന് നമ്മുടെ റൈറ്റ് പ്രോഡക്റ്റ് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള കസ്റ്റമറെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത്. അത് ടെലികോളേഴ്സിന് വെച്ച് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്, അത് നമ്മുടെ ഈ പ്രോഡക്റ്റുമായിട്ട് ഈ വരുന്ന ലീഡ് സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുന്നത് നാലാമത്തെ. അഞ്ചാമത്തെ സെയിൽസ് ക്ലോസിംഗ് ആണ്. അതായത് കസ്റ്റമറുടെ കൃത്യമായിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോഷൻ ചെയ്തപ്പോൾ അതിൻ്റെ ലീഡ് നമുക്ക് വന്നു. ഈ ലീഡിലൂടെ നമ്മൾ സെയിൽസ് ടീമിനെ വെച്ചിട്ട് നമ്മൾ പ്രോസ്പെക്ട് ചെയ്തതിന് ശേഷം സെയിൽ നമ്മൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് എന്താ, ലോയൽറ്റി എന്ന് പറഞ്ഞൊരു ഭാഗമാണ് ആറാമത്തെ. ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുകയും ലോയലായിട്ട് കൃത്യമായിട്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് കസ്റ്റമറുടെ ആഫ്റ്റർ സർവീസ് വളരെ ഹാപ്പി ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരുപാട് ഷെയറുകൾ പോവുക, അല്ലെങ്കിൽ ഒരുപാട് മൗത്ത് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ സർവീസിനെ നല്ല ഗുണത്തിലേക്ക് വരിക. സോ ഇതാണ് നമ്മൾ ആധുനികമായിട്ട് സെയിൽ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സോ. പഴയ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന പോലെ രീതിയിൽ എല്ലാവരും അതിൻ്റെ ഫോളോ ചെയ്ത് പോകാതിരിക്കുക. അതായത് എവിടുന്നോ ഡാറ്റ മേടിച്ച് വെറുതെ കുറേ ടെലികോളേഴ്സിനെ എടുത്ത് ആ ടെലികോളേഴ്സിൻ്റെ സാലറിയും ടൈമും കളഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കമ്പനീനോ നിങ്ങളുടെ ബ്രാൻഡിനോ നിങ്ങളുടെ പ്രോഡക്റ്റിനോ പ്രൊമോട്ട് ചെയ്യുക. അതിൽ നിന്നും സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, ലീഡ് ജനറേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, കൃത്യമായിട്ട് സെയിൽസ് ടീമിനെ വെച്ച് കോൾ ചെയ്യിപ്പിക്കുക. ഫോർത്ത് സ്റ്റെപ്പ് എന്താ, ആ കോൾ ചെയ്തിട്ട് പ്രോസ്പെക്റ്റിനെ കണ്ടെത്തുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താ, സെയിൽസ് കൃത്യമായിട്ട് ക്ലോസ് ചെയ്യുക. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോയാലിറ്റി. ഇത്രയും 6 കാര്യങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അടിപൊളിയായിട്ട് നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ കൂടുതൽ സെയിൽസ് വീഡിയോകൾക്കായിട്ടും കൂടുതൽ ജോലിയുടെ കാര്യങ്ങൾക്കുമായിട്ടും നമ്മുടെ SM ടോക്ക് എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്